നിങ്ങൾ ഗിഗ് വർക്കേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സീതാരാമൻ ഗിഗ് വർക്കേഴ്സിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതടക്കമുള്ള പല അനൗൺസ്മെൻറ്റുകളും നടത്തിയിരുന്നു. ഏകദേശം ഇന്ത്യയിൽ 15 മില്യൺ ഗിഗ് വർക്കേഴ്സ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം 15 മില്യൺ, അതായത് 1.5 കോടിയോളം നമ്മളുടെ ഇക്കോണമിയിൽ ഗിഗ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഗിഗ് വർക്കേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ഗിഗ് ഇക്കോണമി? ഓൺ ഡിമാൻഡിൽ ഫ്രീലാൻസ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ തൊഴിൽ ഓഫർ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട ഇക്കോണമിയെ നമ്മൾ ഗിഗ് ഇക്കോണമി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഉബർ, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ ആപ്പുകൾ വഴി നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നവർ, റാപ്പിഡോ തുടങ്ങിയ ട്രാൻസ്പോർട്ടേഷൻ ആപ്പുകളൊക്കെ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് സർവീസ് ഓഫർ ചെയ്യുന്നവരൊക്കെ ഗിഗ് ഇക്കോണമിയുടെ പാർട്ടാണ്. മാത്രമല്ല, നിങ്ങളൊരു കമ്പനി റൺ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ കമ്പനിയുടെ ലോഗോ ഡിസൈൻ ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളും മറ്റെല്ലാം ചെയ്യണം, അതേപോലെ അതിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം, മറ്റ് വർക്കുകൾ, പേപ്പർ വർക്കുകൾ, ഡോക്യുമെൻറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്യണം. ഇതിനെല്ലാം ഇന്ന് ഫ്രീലാൻസേഴ്സിന് അവൈലബിൾ ആണ്. ഇവരെ എല്ലാം നമുക്ക് ഗിഗ് എക്കോണമിയുടെ പാർട്ടായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വർക്കേഴ്സ് സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കും പൊതുവെ. ഏതെങ്കിലും ഒരു മേഖലയിൽ, ഇപ്പോൾ ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നവർ CA ബേസ്ഡ് ആയിരിക്കാം. ഇതൊന്നുമല്ലാത്ത സാധാരണ മാനുവൽ ലേബേഴ്സും ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, അർബൻ കമ്പനി പോലുള്ള ആപ്പുകൾ വഴി നമുക്ക് ക്ലീനിങ്ങിന് വരെ ആളുകളെ ഹയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അവരവരുടെ നിശ്ചിത ഒരു ചാർജ് ഈടാക്കിക്കൊണ്ട് അവരവരുടെ തൊഴിൽ ഓഫർ ചെയ്യുന്നു. നിശ്ചിത സമയത്ത് നിങ്ങളത് ഓൺ ഡിമാൻഡിൽ ആ തൊഴിലിനെ ഹയർ ചെയ്യുന്നു. അവരത് ചെയ്തിട്ട് മുഴുവനാക്കിയിട്ട് അവരുടെ ചാർജ്, ഈടാക്കിയ ചാർജ് വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നു. അതോടുകൂടി ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുകയാണ്. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സമയത്തിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ചാർജിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഡിമാൻഡിനനുസരിച്ച് മാറ്റങ്ങൾ അവർക്ക് വരുത്താവുന്നതാണ്. ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ചാലഞ്ചസും ഉണ്ട്. അതായത് അവർക്കൊരു നിശ്ചിത വരുമാനം ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. അവരാരെങ്കിലും ഹയർ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് ആ സമയത്ത് അവർക്ക് അവരുടെ ജോലി ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അവർക്കത് സമ്പാദ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തൊഴിലില്ലാത്തതിന് തുല്യമാണ്. ഇൻഷുറൻസ് പോലുള്ള അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റുകളൊന്നും അവർക്ക് ലഭ്യമായിരിക്കില്ല. ഇതൊക്കെയാണ് ഈ എക്കോണമിയുടെ ഒരു പ്രധാന പ്രത്യേകത. ഇൻഫോർമൽ സെക്ടർ ആയതുകൊണ്ട് തന്നെ അത് നേരിടുന്ന ഒരുപാട്, ഇൻഫോർമൽ സെക്ടറിലുള്ള തൊഴിലാളികൾ നേരിടുന്ന എല്ലാ തരത്തിലുള്ള വെല്ലുവിളികളും ഇവർ നേരിടുന്നു എന്നുള്ളതാണ്.